ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. ഇപ്പൊ ഇവിടെ നമ്മോട് പറയുന്നത് രണ്ട് വെക്ടർ, അത് രണ്ട് വെക്ടേഴ്സ് എടുക്കുന്നത് പാരലോഗ്രാമിന്റെ രണ്ട് സൈഡായിട്ട് ആ രണ്ട് വെക്ടേഴ്സിനെ ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന്റെ ഡയഗണൽ വരയ്ക്കുന്നത് അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ തിയറം ഇവിടെ പറയുന്നത്. ഒന്നുകൂടി പറയാം. ഇപ്പൊ നമുക്കറിയാം വെക്ടർ എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളൊരു വെക്ടർ. ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഒരു വെക്ടർ എടുത്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വെക്ടർ എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ട് വെക്ടറുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് സൈഡായിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് വരുമ്പോൾ ഒരു പാരലോഗ്രാമായി മാറും. പാരലോഗ്രാം എന്ന് വെച്ചാൽ മാത്സിൽ നമുക്ക് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡുകളും ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാരലോഗ്രാം എന്ന് പറയാം. അത് ക്ലിയർ ആണോ പാരലോഗ്രാം? ക്ലിയർ ആണ്. അപ്പൊ ഈ പാരലോഗ്രാമിന്റെ രണ്ട് സൈഡ് രണ്ട് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡയഗണൽ, അതായത് ഈ ലൈനാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ഡയഗണൽ എന്ന് പറയുമ്പോൾ കുറുകെ വരയ്ക്കുന്ന ഈ ലൈനെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ഡയഗണലിൽ അതിന്റെ ഈ പാരലോഗ്രാമിന്റെ റിസൾട്ടന്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ തിയറം നമ്മോട് പറയുന്നത്. എന്നിട്ട് അതിന്റെ ഡെറിവേഷൻ ആണ് നമ്മോട് താഴെ പറയാൻ പോകുന്നത്. അപ്പൊ ഈ തിയറം പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. രണ്ട് വെക്ടേഴ്സുകൾ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് പാരലോഗ്രാമിന്റെ ഒരു പാരലോഗ്രാം അവിടെ രൂപീകരിക്കുകയാണെങ്കിൽ അതിന്റെ പാരലോഗ്രാമിന്റെ ഡയഗണൽ വരുന്നത് അതിന്റെ റിസൾട്ടന്റ് ആണെന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ രണ്ട് ലൈൻ വരച്ചതിന് ശേഷം അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഡോട്ട് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റ് വന്നു. അടുത്ത് ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ പോയിന്റ് ഉണ്ടാക്കി. ഇതിൽ കൂടെ ഈ ഡയഗണലും വന്നു. അപ്പൊ നോക്കി ഈ സൈഡും ഈക്വൽ ആയിരിക്കും, അതുപോലെ ഈ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന് പേര് കൊടുക്കണം. ഈ ഡയഗണൽ നമ്മൾ പേര് കൊടുക്കാമാണ്. ഈ സെൻട്രൽ പോയിന്റ് O എന്നും ഇത് A എന്നും ഈ പോയിന്റ് B എന്നും ഈ പോയിന്റ് C എന്നും വെച്ചിട്ട് നമ്മൾ ഈ രണ്ട് വെക്ടേഴ്സ് കൂട്ടി യോജിപ്പിച്ച് പാരലോഗ്രാം ഷേപ്പ് ആക്കി. അപ്പൊ പാരലോഗ്രാം ഷേപ്പ് ആക്കുമ്പോൾ ഈ സൈഡും അതിന്റെ ഈക്വൽ ആയിരിക്കും, ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് ഓപ്പോസിറ്റ് സൈഡുകൾ പാരലോഗ്രാമിന്റെ ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും ഇവിടെ ഇരിക്കുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് പറയുന്നത്. ആ പാരലോഗ്രാമിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഓപ്പോസിറ്റ് ആംഗിളും ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഈ സൈഡ് Q എന്ന് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് തന്നെ എന്തായിരിക്കും, Q ആയിരിക്കും. അതുപോലെ ഇവിടെ P എന്ന് വന്നിട്ടുണ്ട്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതും P ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഈ ഇത് നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ഈ സൈഡില് ഇത് ഇങ്ങനെ വരയ്ക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ട്രയാങ്കിൾ രൂപത്തിലായിരിക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ പറയുന്നത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ പറയുന്നത് തീറ്റ. മൊത്തം ഈ ഫിഗറിന്റെ മൊത്തം ആംഗിൾ പറയുന്നത് ആൽഫ. ഇത് ഇത്രയും കാര്യം നമ്മൾ ഈ പോയിന്റിൽ ഇവിടെ വരെ റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പോയിന്റ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത്, അതായത് ഈ A എന്ന പോയിന്റ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിൽ നിന്ന് സിയിൽ നിന്ന് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് D എന്നൊരു പോയിന്റ് നമ്മൾ ഫോം ചെയ്തു. അപ്പൊ ഈ D എന്ന് പറയുന്നത് ഇവിടെ 90 ഇത് പെർപെൻഡിക്കുലർ ഒരു ലൈനിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു, അതിനെ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ 90 ഡിഗ്രി വരുമ്പോൾ എന്തായിരിക്കും, ഈ ലൈനിൽ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഇതൊരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടി ഇങ്ങനെ വരച്ചപ്പോൾ ഇവിടെയും ഒരു ട്രയാങ്കിൾ, ഇതും ഒരു ട്രയാങ്കിൾ ആയി, ഇതും ഒരു ട്രയാങ്കിൾ ആയി, ഇതും ഒരു ട്രയാങ്കിൾ ആയി. ഇതുവരെ ക്ലിയർ ആണോ? ഏത് അത് കാണുന്നില്ല. ഞാൻ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം, ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പൊ ഞാൻ ആദ്യം ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ വരച്ചു, നീട്ടി ഇങ്ങോട്ട് വരച്ചു. ഇത്ര ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പോയിന്റ് ഞാൻ 0 എന്ന് പേര് കൊടുത്തു, ഇതിന് ഞാൻ A എന്ന് പേര് കൊടുത്തു, ഇതിന് B എന്ന് കൊടുത്തു. ഇത്രയും ചെയ്തതിനു ശേഷം ഇത് ഇവിടെ നിങ്ങളുടെ ഇതിന്റെ ഡയഗണൽ ഇതിലേ വരുന്ന ഡയഗണൽ, അതായത് സെന്റർ ഈ പോയിന്റ് കൂടെ നമ്മൾ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞത് ഡയഗണലായി. ഡയഗണൽ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൂട്ടി, അതുപോലെ ഈ ലൈൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ട് ഈ പോയിന്റ് ഇത് കൂട്ടി വരച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ C എന്നാക്കി. അപ്പൊ ABC 0 എന്നുള്ള സെന്റർ പോയി ഈ പോയിന്റ് 0 ABC എന്ന് കിട്ടി. ഇത് 6 റിസൾട്ടന്റ് വെക്ടർ എന്ന് കിട്ടി. അപ്പൊ ഇതിപ്പോ പാരലോഗ്രാമിന്റെ ഷേപ്പ് ആയി. രണ്ട് വെക്ടറുകളായിരുന്നു നമ്മൾ എടുത്തത്. ഈ രണ്ട് ഇതും ഒരു വെക്ടർ
ഇതും ഒരു വെക്ടർ ആയിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പാരലോഗ്രാമിലേക്ക് ആക്കി. ഈ പാരലോഗ്രാമിന് ഈ സൈഡ് പി എന്നാണെന്ന് ഈ സൈഡ് ക്യൂ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് ഈ ക്യൂ തന്നെ ആയിരിക്കും ഇപ്പുറത്തെ സൈഡ് വരാം. ഇത് പി ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇതും പി ആയിരിക്കും വരാം. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഇത് നോക്കിയേ, പിന്നെ അടിയിൽ കിടക്കുന്ന ഒരു ട്രയാങ്കിൾ, ഇപ്പൊ ഇത് നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഇവിടുത്തെ ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും. അതുപോലെ ഇത് മൊത്തം എടുക്കുമ്പോൾ എന്തായിരിക്കും? മൊത്തം ഈ രണ്ടിന്റെയും ആംഗിൾ എടുക്കുമ്പോൾ അത് ആൽഫ ആയിരിക്കും. ഇത്രയും കാര്യം ഫിഗറിൽ ഞാൻ കൊടുത്തു. അപ്പൊ നമ്മൾ ഒരു ഡെറിവേഷനോ ഫിസിക്സിലൊക്കെ നമ്മൾ ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഫിഗർ വരച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ കൊടുക്കുക. അപ്പൊ ഫിഗർ വരയ്ക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. അതിലെ കൊടുക്കുന്ന നെയിമുകളും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെറിവേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നൊരു പ്രോബ്ലം വരും. ഇങ്ങനെയാണ് അതിന്റെ ഒരു സെക്ഷൻ വരുന്നത്. അപ്പൊ ഒരു തിയറം നമ്മൾ പറഞ്ഞു, അതിന്റെ ഒരു ഫിഗർ വരച്ചുകൊണ്ടിരിക്കുന്നു, ഇനി അതിനെ ഡെറിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇവിടെ വരെ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ എ എന്ന പോയിന്റ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ സിയുടെ പോയിന്റ് തമ്മിൽ കൂട്ടി മുട്ടിക്കുകയാണ്. അപ്പൊ നോക്കിയേ, ഇതും ഒരു ട്രയാങ്കിൾ ആയി. ഇവിടെ ഒരു ട്രയാങ്കിള്, ഇതൊരു ട്രയാങ്കിള്, ഇതൊരു ട്രയാങ്കിള്. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? സാധാരണ ഒരു ലൈനിൽ കൂടെ ഒരു ലൈൻ വന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് പെർപെൻഡിക്കുലർ ആണ് ഇവിടെ നിങ്ങട്, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ ആൽഫ, ഇത് മൊത്തം ആൽഫ അല്ലേ? അപ്പൊ ഇതിന്റെ ഈ ആംഗിൾ തന്നെ ആയിരിക്കും. ഈ ലൈനിൽ കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ഒരു ലൈൻ ഇതുപോലത്തെ ലൈൻ തന്നെയല്ലേ ഇവിടെ വരച്ചേക്കണം. അപ്പൊ ഇത് ആൽഫ ആണെന്നുണ്ടെങ്കിൽ, ഇത് മൊത്തം ആൽഫ ആണെങ്കിൽ ഇതും തന്നെ ആയിരിക്കും, മൊത്തം ആൽഫ തന്നെ ആയിരിക്കും. ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോയിന്റ് ഡി എന്ന് വരച്ചു. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ട 3 പോയിന്റ് ആണ് കണ്ടെത്തേണ്ടത്. ഒന്ന്, കോസ് ആൽഫ എന്താണെന്ന് കാണണം, സൈൻ ആൽഫ എന്താണെന്ന് കാണണം. പിന്നെ ഈ ട്രയാങ്കിളിൽ നിന്നും ആ വലിയ ട്രയാങ്കിളിൽ നിന്നും OCD പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തീറ്റ ആറിന്റെ വാല്യൂ കണ്ടെത്തണം. അതാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് കോസ് ആൽഫയുടെ വാല്യൂ ആണ്. ആദ്യം കാണേണ്ടത് കോസ് ആൽഫയുടെ വാല്യൂ, അതിനുശേഷം സൈൻ ആൽഫയുടെ വാല്യൂ കാണണം. പിന്നെ ഈ ട്രയാങ്കിൾ, അതായത് ODC, ഇങ്ങനെ വരുന്നത് വലിയൊരു ട്രയാങ്കിൾ ആയി. ODC എന്ന് പറഞ്ഞത്, ഈ പേര് പറഞ്ഞൊന്ന് ശ്രദ്ധിക്കുക. ഈ ഓയും ഈ ഡിയും ഇത് സിയും. അപ്പൊ ട്രയാങ്കിൾ ODCന്ന് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് ആർ വാല്യൂ കണ്ടെത്തണം. ഇതാണ് ഈ 3 പ്രൊസീജിയർ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡെറിവേഷൻ, പാരലോഗ്രാം ലോന്റെ ഡെറിവേഷൻ കിട്ടി. അപ്പൊ ഇത്ര പറഞ്ഞത് ക്ലിയർ അല്ല? ഇനി ഇത് അടുത്ത് പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പൊ ഈ കോസ് ആൽഫ എന്ന് പറഞ്ഞാല് ഇനി കണ്ടത്, ഇപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചെറിയ ട്രയാങ്കിൾ ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അതായത് ട്രയാങ്കിൾ ADC ട്ടോ. അത് ഈ എയും ഈ ഡിയും ഈ സിയും ഇത് കൂട്ടി വരയ്ക്കുമ്പോൾ ഇതിനുള്ളിൽ ഒരു ട്രയാങ്കിൾ ആയി. അപ്പൊ ഈ ADC ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഈ ആൽഫയുടെ വാല്യൂ, അതായത് ഇവിടുത്തെ ആംഗിൾ ആൽഫയാണ്. അപ്പൊ ഈ ആൽഫയുടെ വാല്യൂ, ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഞാൻ കോസ് ആൽഫ എടുക്കണം. ഇവിടത്തെ കോസ് ആൽഫ എടുക്കുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, കോസ് ആൽഫ എന്ന് പറഞ്ഞാല് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടിയേക്കണത്. ഇതിലെനിക്ക് A ഉണ്ട്, D ഉണ്ട്, C ഉണ്ട്. ഇതാണ് നമ്മുടെ ആൽഫ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കോസ് ആൽഫ എടുക്കുമ്പോൾ ഇത് അതിന്റെ അഡ്ജസന്റ് സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടനൂസ്. ഈ ഫിഗർ ക്ലിയർ ആണോ? ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? കോസ് ആൽഫയുടെ വാല്യൂ കണ്ടെത്താൻ പോകും. അപ്പൊ ഈ കോസ് ആൽഫ എന്ന് പറഞ്ഞാല് ഇതിന്റെ കോസ് ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാല് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാല് ഈ ഫിഗറിൽ A തുടങ്ങി D വരെ വരുന്നത് അഡ്ജസന്റ് സൈഡ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? AD ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈപ്പോട്ടനൂസ്, അതായത് AC. അപ്പൊ ഡിവൈഡ് ബൈ AC. ഇതാണ് നമ്മുടെ കോസ് ആൽഫ. കിട്ടിയ കോസ് ആൽഫ? ഇനി എനിക്ക് ഈ AC-യുടെ വാല്യൂ ആണ് കാണുന്നത്. അതായത് ഈ ACനെ AD-യുടെ വാല്യൂ ആണ് കാണുന്നത്. ഇവിടുത്തെ ഈ AD ആണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ഈ AD-നെ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നോക്കിയത് ഇത് ഫ്രാക്ഷനാ. AD ഡിവൈഡ് ബൈ AC എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. അപ്പൊ AD ഡിവൈഡഡ് ബൈ AC-യിൽ നിന്നും എനിക്ക് AD കാണും. അപ്പൊ ഈ താഴെ കിടക്കുന്ന AC-നെ
എനിക്ക് കാണേണ്ടത് എ ഡി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ താഴെയുള്ള എ സിനെ നമുക്ക് ഇവിടെ കോസാൽഫ ഉണ്ട്. ഈ കോസാൽഫയുടെ സൈഡിലേക്ക് ഈ എ സിനെ കൊണ്ടുപോകാം. ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ഡിവിഷൻ ആണ് കിടക്കുന്നത്. ഡിവിഷൻ ആണ് പുറത്തോട്ട് ഈക്വൽ ടുന് അപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അത് ക്ലിയർ ആണോ? അപ്പൊ എ ഡി is equal to എന്താവും? എ സി കോസ് ആൽഫ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ എ ഡിയുടെ വാല്യൂ കിട്ടിയത് ക്ലിയർ ആണോ? അതെ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിച്ചോ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞോളൂ കേട്ടോ. അത്രയും സ്പീഡിൽ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ, എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നില്ലാത്ത പോലെ. ഓക്കെ. അപ്പൊ ഈ എ ഡി കിട്ടിയത് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാനിത് മാച്ചിട്ട് എ ഡി കിട്ടുമ്പോ ഈ എ സിയുടെ വാല്യൂ കൂടി പറയാം. ഇപ്പൊ നോക്കിയേ, ഈ എ സിയുടെ വാല്യൂ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കിട്ടും. അതായത് ഇതാണ് നമ്മുടെ എ സി അല്ലെ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് എ സി. ഈ വാല്യൂ ആണ് എ സി. ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈനാണ്. ഈ ലൈനിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതും ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ സിയുടെ സ്ഥാനത്ത് നിന്ന് കൊടുക്കാം ക്യൂ കോസ് ആൽഫ എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ എ ഡി. ക്ലിയർ ആണോ? ഒരു വശം കൂടി പറയാം. ആ ഒരു വശത്തിന്റെ എ സിയുടെ വാല്യൂ അത് നോക്കാം. ഈ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഈ ഒ ബി എന്ന് പറയുന്നത് ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ എ സിയും ക്യൂ തന്നെ ആയിരിക്കും. അപ്പൊ എ സിയുടെ വാല്യൂ നമുക്ക് ഈ ഫിഗറിൽ എ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ എ സിക്ക് പകരം ഈ ക്യൂവിനോട് കൊടുത്തു. അപ്പൊ എ ഡിയുടെ വാല്യൂ ക്യൂ കോസ് ആൽഫ എന്ന് കിട്ടി. ഇത്ര വരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഞാനിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്തത് പറയാം. അപ്പൊ നമുക്ക് ആദ്യം കാണേണ്ടത് കോസാൽഫയുടെ വാല്യൂ ആയിരുന്നു. ഇപ്പൊ കോസാൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് സൈൻ ആൽഫയുടെ വാല്യൂ ആണ്. സൈൻ ആൽഫയുടെ വാല്യൂ നമുക്ക് ഇനി കണ്ടെത്താം. അപ്പൊ ഇതൊന്ന് മാറ്റിട്ടെ. അപ്പൊ ഇതിൽ നിന്നും കോസാൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടി. അത് എ ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എ ഡി is equal to ക്യൂ കോസ് ആൽഫ എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് സൈൻ ആൽഫയുടെ വാല്യൂ. സൈൻ ആൽഫയാണ് കാണേണ്ടത്. സൈൻ ആകുമ്പോൾ ഇതേപോലെ തന്നെ ഫിഗർ വെച്ച് നോക്കാം. ഫിഗർ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതില് ഈ തീറ്റയാണ് നമുക്ക് ഈ ആൽഫയാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ വെച്ചിട്ട് ഇവിടെ സൈൻ ആണ് കാണേണ്ടത്. അപ്പൊ ഇത് ഒ ഉണ്ട്, ഇതിൽ എ ഉണ്ട്, ഇത് എ ഉണ്ട്, ഇത് ഡി, ഇത് സി ആണ്. ഇനി സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. കോസ് ആൽഫ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. സൈൻ ആൽഫ എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ഈ ഫിഗറിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ വരാ? ഓപ്പോസിറ്റ് വരുന്നത് ഇത്. അത് ഡി സി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാം ഡി സി കൊടുക്കുക. ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ ഇതാണ് ഹൈപ്പോട്ടനൂസ്. ഹൈപ്പോട്ടനൂസിന്റെ വാല്യൂ ഇവിടെ എ സി. ഇത് ക്ലിയർ ആണോ? ഈ ഫിഗറിൽ കൊടുത്തത്. അപ്പൊ നമുക്ക് ഇനി നമുക്ക് കാണേണ്ടത് സൈൻ ആൽഫ ഈക്വൽ ടു ഡി സി ബൈ എ സി ആണ്. എനിക്ക് കാണേണ്ടത് ഡി സി ആണ്. അപ്പൊ ഈ എ സിനെ എന്ത് ചെയ്യുക? ഈക്വലിന് പുറത്തേക്ക് കൊണ്ടുവരാം. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ എ സിനെ എടുത്തിട്ട് സൈനിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ സി ഇൻറ്റു സൈൻ ആൽഫ ഈക്വൽ ടു ഡി സി. അപ്പൊ ഡി സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഡി സി ഈക്വൽ ടു എ സി ഇൻറ്റു സൈൻ ആൽഫ. എ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? സി ഡി ഇൻറ്റു എ സി. അപ്പൊ എ സി എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഇവിടെ നേരത്തെ അറിയാലോ അത് ക്യൂ ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെയും ക്യൂ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യൂ ഇൻറ്റു സൈൻ ആൽഫ എന്ന് കിട്ടി ഡി സിയുടെ വാല്യൂ. അപ്പൊ നമുക്ക് എ ഡിയുടെ വാല്യൂ ഡി സിയുടെ വാല്യൂ കിട്ടി. ഇതുവരെ ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആണോ? ലാസ്റ്റ് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് നമുക്ക് രണ്ട് ആൽഫയുടെ വാല്യൂസ് ആണ് ഈ ക്വസ്റ്റ്യൻ ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടുന്നത്. ഈ ചെറിയ ട്രയാങ്കിൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഡി വരെ എത്തി. ഇതിൽ നിന്ന് സി ഇട്ട് ഇങ്ങനെ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടത്തെ ഈ ആംഗിൾ വെച്ചുകൊണ്ട് ഇതിന് നമുക്ക് കോസ് ആൽഫയുടെയും സൈൻ ആൽഫയുടെയും വാല്യൂ കണ്ടെത്തണം. അപ്പൊ അതിൽ ആദ്യം നമുക്ക് കോസ് ആൽഫയുടെ വാല്യൂ കിട്ടി. കോസ് ആൽഫ എന്ന് പറഞ്ഞാല് നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ആൽഫ എടുക്കുന്നത്. ഈ ആൽഫയുടെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ഡി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എ ഡി ഈക്വൽ ടു അതിന്റെ ഹൈപ്പോട്ടനൂസ് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരണം. അത് എ സി വരും. ആ എ സിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ കോസ് ആൽഫയുടെ അടുത്തേക്കോ എ സിനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എ സി കോസ് ആൽഫ എന്ന് കിട്ടും.
എ സിയുടെ വാല്യൂ ഇവിടെ ക്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും ക്യൂ ആയിരിക്കും. അതുകൊണ്ട് ഈ എ സിയുടെ വാല്യൂ എന്തായിരിക്കും? ക്യൂ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ക്യൂ കോസ് ആൽഫ എന്ന് കിട്ടി. അപ്പൊ എ ഡിയുടെ വാല്യൂ ക്യൂ കോസ് ആൽഫ എന്ന് കിട്ടി. ഇത് ക്ലിയർ അല്ലേ? ഇത് തന്നെ സെയിം പ്രൊസീജിയർ സൈനിന്റെ കേസ് എടുക്കാം. സൈനിന്റെ കേസ് എടുക്കുമ്പോൾ സൈനിന്റെ ട്രയാങ്കിൾ ലോ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ് സൈൻ ആൽഫ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ഇവിടെ നേരെ വരുന്ന ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഡി സി. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? ഡി സി കൊടുത്തു. ഹൈപ്പോട്ടനൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ എടുത്ത പോലെ തന്നെ എ സി ആണ്. അപ്പൊ എ സി കൊടുത്തു. അപ്പൊ സൈൻ ആൽഫയുടെ വാല്യൂ എന്ന് കിട്ടി? സൈൻ ആൽഫ ഈക്വൽ ടു ഡി സി ബൈ എ സി എന്ന് കിട്ടി. ഈ ഡി സി ബൈ എ സിയിലെ ഈ എ സിനെ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇപ്പുറത്തെ ഡിവിഷനിലാണ് എ സി കിടക്കുന്നത്. ഈ ഡിവിഷനെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഇപ്പുറത്തോട്ട് വരും. അപ്പൊ നമുക്ക് എ സി സൈൻ ആൽഫ ഈക്വൽ ടു ഡി സി. അതായത് ഡി സിയുടെ വാല്യൂ എന്ന് കിട്ടി? ഡി സി ഈക്വൽ ടു എ സി സൈൻ ആൽഫ എന്ന് കിട്ടി. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് 3 സ്റ്റെപ്പാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പൊ ഈ ഫിഗറിൽ നിന്ന് തന്നെ ഈ ഫിഗർ നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എഴുതാൻ പറ്റും. അങ്ങനെ ഫിഗറിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു ഇത് കിട്ടിയ ഇത് എന്നിട്ട് തന്നെ ഒരു ഫിഗർ എടുത്ത് വെച്ചിട്ട് ഫിഗറിൽ തന്നെ എഴുതാൻ പറ്റുമെന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നമുക്കൊന്നും കൂടി ക്ലിയർ ആവും. അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയട്ടെ. ഞാൻ ഇപ്പൊ നമ്മൾ എടുത്തത് ഇത്രയും ചെറിയ ട്രയാങ്കിൾ ആയിരുന്നു. ഞാൻ ഒന്നും കൂടി ക്ലിയർ ചെയ്യട്ടെ. ഇപ്പൊ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പൊ ആദ്യം ഞാനൊരു ചെറിയ ട്രയാങ്കിളുടെ കേസ് എടുത്തത്. ഈ മൂന്നാമത്തെ ട്രയാങ്കിളുടെ കേസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തിയത്? കോസ് ആൽഫയുടെയും സൈൻ ആൽഫയുടെയും വാല്യൂ കണ്ടെത്തിയത്. ഇനി എനിക്ക് ഈ വലിയ ട്രയാങ്കിൾ എടുക്കണം. അതായത് ഈ ഒ തുടങ്ങി ഒ സി ഡി ഇത് മൊത്തം എടുക്കുമ്പോഴും ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലെ? ഒ സി ഡി ഒരു ട്രയാങ്കിൾ ആയിട്ട് തോന്നില്ലേ? ഒ സി ഡി എന്നുള്ള ട്രയാങ്കിൾ ആണ്. അപ്പൊ ഞാൻ വീണ്ടും ട്രയാങ്കിൾ ഇനി കൺസിഡർ ചെയ്യുന്നത് ഈ വലിയ ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിൾ ഒ സി ഡി. ഈ ഒ സി ഡി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒ സി ഡിനെ നമുക്ക് പൈതഗോറസ് തീറം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കേസ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഈ വലിയ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഈ ലൈനില്ലേ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ വരുന്ന ഈ ലൈനിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? അതിന്റെ പേര് ഒ സി. ഒ സി സ്ക്വയർ ഈക്വൽ ടു അടിയിലത്തെ ടേം ഇവിടെ നിന്ന് ഒ തുടങ്ങി ഡി വരെ. അപ്പൊ ഒ ഡി സ്ക്വയർ പ്ലസ് പിന്നെ ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളത് സി ഡി. അപ്പൊ സി ഡി സ്ക്വയർ. ഇതാണ് നമ്മുടെ പൈതഗോറസ് തീറം. ഒരു ട്രയാങ്കിളിന്റെ പൈതഗോറസ് തീറം കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് എന്തെന്ന് കിട്ടുക? ഇവിടുത്തെ നമ്മുടെ ഈ ഒ സി സ്ക്വയർ, അതായത് ഈ അറ്റത്ത് തുടങ്ങി ഈ അറ്റം വരെയുള്ള വലിയ ആംഗിൾ ഈക്വൽ ടു താഴത്തെ അഡ്ജസന്റ് ആംഗിൾ പ്ലസ് അതിന്റെ സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് ആംഗിളിന്റെ സ്ക്വയർ, സൈഡിന്റെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കുക? പൈതഗോറസ് തീറം കൊടുക്കുക. ഈ പൈതഗോറസ് തീറം ഓർമ്മയുണ്ടോ മുന്നേ പഠിച്ചത്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അത് തന്നെ, ബേസ് സ്ക്വയർ പ്ലസ് ആ ടേം തന്നെ. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടി? ഒ സി സ്ക്വയർ ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ കിട്ടി. അപ്പൊ ഈ ഒ സി ഡി എന്നുള്ള ട്രയാങ്കിളിൽ നിന്ന് ഈ ഒരു ടേം എടുക്കാൻ നമുക്ക് കിട്ടിയാലോ? ഒറ്റ ഫിഗറിൽ നിന്ന്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒ സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്താ? റിസൾട്ടന്റ് ആണ്, ആറാണ്. അപ്പൊ നമുക്ക് ഈ ഒ സിക്ക് പകരം എന്തെന്ന് കൊടുക്കാം? ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. കൊടുത്തൂടെ? ഓക്കെ. ഇനി ഓഡിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓഡിനെ ഇവിടെ തുടങ്ങി ഇവിടെ വരെയാണ്. ഇത് നമുക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തൂടെ? എങ്ങനെ? ഈ ഒ എ പ്ലസ് എ ഡി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൊത്തം ഇത്രയാണ്, ഒ തുടങ്ങി ഡി വരെയാണ്. അതിനിടയിൽ നമുക്ക് ഒരു എ എന്നൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ടേമിന് എന്തെന്ന് എഴുതാം? ഒ എ പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
പ്ലസ് സി ഡി സ്ക്വയർ. അതായത് ഈ ടേമിന് ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ടേമിന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഹലോ ഹലോ ഇടയിൽ കട്ടായതാ. കട്ടായതാ. അപ്പൊ നോക്കിയേ, ഈ ഒ ഡി എന്ന് പറയുന്ന ആ ലൈനിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒ എ എന്നും എ ഡി എന്നും കൊടുക്കാം. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ അതിന് ഹോൾസ്, അത് ഓടിക്ക് ഹോൾ സ്ക്വയർ ഉണ്ടെങ്കിൽ എന്ത് വരും? ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്ത ടേമിന് ഹോൾ സ്ക്വയർ കിട്ടും. അപ്പൊ നമുക്ക് ഒ എ പ്ലസ് എ ഡി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ കിട്ടിയ ഈ ലൈൻ ക്ലിയർ ആണോ? ആർ സ്ക്വയർ ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ഇത് ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. മാത്സിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നോക്കി, ഇത് എ ആയിട്ടും ഇത് ബി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിലാക്കി കൊടുതിന്. ഈ ടേമിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ രൂപത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ഈ ലൈൻ എന്തായി? ഒ എ എന്ന് പറയുന്നതാണ് നമ്മുടെ എ. അപ്പൊ നമുക്ക് ഒ എ സ്ക്വയർ പ്ലസ് ബിയുടെ ടേം എ ഡി സ്ക്വയർ പ്ലസ് ഇനി നമുക്ക് 2 ഇൻറ്റു ഒ എയും വരും ഇൻറ്റു എ ഡിയും വരും പ്ലസ് സി ഡി സ്ക്വയർ. ഇവിടെ ഉണ്ടായിരുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത രൂപം ഇവിടെ വരെ കിട്ടി. ഇവിടെ സ്ക്വയർ ഇല്ല കേട്ടോ, ഇവിടെ സ്ക്വയർ ഇല്ല, ഇവിടെ എ ഡിക്കാണ് സ്ക്വയർ. അത് ക്ലിയർ ആണോ? ഇപ്പൊ ഇത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തത് ക്ലിയർ ആണ്. അപ്പൊ നമുക്കിവിടെ ഒ എ സ്ക്വയർ പ്ലസ് ഒ എ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് 2OA ഇൻറ്റു എ ഡി പ്ലസ് സി ഡി സ്ക്വയറിനായി. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ ട്രയാങ്കിൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ആർ സ്ക്വയർ ഈക്വൽ ടു ഒ എ എന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെയാണ് ഫിഗറിൽ. ഒ എ എന്ന് പറഞ്ഞാല് ഇവിടെ തുടങ്ങി ഇവിടെ വരെയാണ് ഒ എ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താണ്? ഇവിടെ പി ആണ്. അപ്പൊ ഈ ഒയുടെ സ്ഥാനത്ത് നമുക്ക് നിന്ന് കൊടുക്കാം പി സ്ക്വയർ എന്ന് കൊടുക്കാം. പ്ലസ് ഇനി നമുക്ക് എ ഡിയുടെ വാല്യൂ, എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള വാല്യൂ. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വാല്യൂ നമുക്ക് അറിയില്ല, പക്ഷെ എ ഡി നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ നേരത്തെ രണ്ട് ഇക്വേഷൻ നമ്മുടെ സൈൻ ആൽഫയുടെയും കോസ് ആൽഫയുടെയും വാല്യൂ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. എ ഡി എന്ന് പറഞ്ഞാല് ക്യൂ കോസ് ആൽഫ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ കൊണ്ട് കൊടുക്കാം ക്യൂ കോസ് ആൽഫ. ഇത് ക്യൂ സ്ക്വയർ ആൽഫ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത ടൈം എന്തായിരുന്നു? സി ഡി ആയിരുന്നു. സി ഡിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സി ഡി ഈക്വൽ ടു കോസ് സൈൻ സ്ക്വയർ ആൽഫ, സൈൻ ആൽഫ. ഈ രണ്ട് വാല്യൂ നമ്മൾ നേരത്തെ ആൽഫയുടെ സൈനിന്റെ വാല്യൂ കോസിന്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കോസിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എ ഡി ഈക്വൽ ടു ക്യൂ കോസ് ആൽഫ, സൈൻ എന്ന് പറഞ്ഞാൽ സി ഡി ഈക്വൽ ടു ക്യൂ ഇൻറ്റു കോസ് ആൽഫ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇവിടുത്തെ ടേമിൽ ഇനി കൊടുക്കേണ്ടത് ഈ 2 ഈ ടേം കൊടുക്കണം. നമുക്ക് എ ഡിയുടെ സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കണം, ഈ ടേമിന്റെ വാല്യൂ കൊടുക്കണം. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ടേം എന്താവും? പി സ്ക്വയർ വരും. രണ്ടാമത്തെ ടേമില് ക്യൂ ഇൻറ്റു, അതായത് എ ഡിയുടെ സ്ക്വയർ വരുമ്പോൾ നമുക്ക് ഇവിടെ ക്യൂ സ്ക്വയർ വരും, ഇത് ക്യൂ സ്ക്വയർ വരും. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ടേം എ ഡിയുടെ കൂടെ ഉണ്ടായിരുന്ന കോസ് സ്ക്വയർ, അപ്പൊ ക്യൂ കോസ് സ്ക്വയർ ആൽഫ വരും. പ്ലസ് ഇനി നമുക്ക് എന്ത് വരും? 2 ഇൻറ്റു 2ന്റെ കൂടെ ഒയുടെ വാല്യൂ എന്ന് പറയുന്നത് പി ആയിരുന്നു. അപ്പൊ പി വരും. നമുക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടിയേക്കണ ഈ ടേം ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്യൂ കോസ് ആൽഫ കിട്ടും. പ്ലസ് ഇനി സി ഡിയുടെ സ്ക്വയറിന്റെ വാല്യൂ, സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ, അപ്പൊ വീണ്ടും എന്തായിട്ട് മാറും? ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. ഇത്ര വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ ആർ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് 2PQ കോസ് ആൽഫ പ്ലസ് ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ ആൽഫ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയർ ഉള്ള ടേമുകളില്ലേ, ഇത് ഒരുമിച്ചാക്കാം. രണ്ടും ഓരോ ടേം തന്നെയാണ് കിടക്കുന്നത്. ഇതിലും ക്യൂ സ്ക്വയർ ഉണ്ട്, ഇതിലും ക്യൂ സ്ക്വയർ ഉണ്ട്.
അപ്പൊ നമുക്ക് ഇവിടെ ബാലൻസ് ഉള്ള ഈ ടേമിന് ആർ സ്ക്വയർ സീക്വൽ ടു പി സ്ക്വയറിന് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഈ കിടക്കുന്ന ഈ ടേം നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാം. പ്ലസ് 2pq കോസ് ആൽഫ അതങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് ടേമിൽ നിന്നും ക്യൂ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ നിന്ന് ക്യൂ സ്ക്വയർ പോയി, ഇവിടെ നിന്ന് ക്യൂ സ്ക്വയർ പോയി. ബാലൻസ് ഇവിടെ നിന്നുണ്ട്, ഇവിടെ കോസ് സ്ക്വയർ ഉണ്ട്. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് ബാലൻസ് സൈൻ സ്ക്വയർ ആൽഫ. ഇതെടുത്ത ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമ്മൾ ഈ ഒരു റൂളും കൂടി പഠിച്ചിട്ടുണ്ട്. ഈ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇത് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഈ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്നുള്ള ഈ ടേമിന് പകരം എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ക്യൂ സ്ക്വയർ ഇൻറ്റു 1 എന്ന് കിട്ടും. ക്യൂ സ്ക്വയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ ടേമിന് മൊത്തം എന്താക്കി മാറ്റി 1 ആക്കി. അപ്പൊ ക്യൂ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ ആർ സ്ക്വയർ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്തായി? ആർ സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് 6 ആണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ സ്ക്വയറിന്റെ ടേമിനെ 6 ആക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയറിനെ അപ്പുറത്തോട്ട് കൊടുക്കുമ്പോൾ റൂട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ 6ന്റെ വാല്യൂ എന്തായിട്ട് മാറും? ആർ സ്ക്വയർ എന്നുള്ളത് നമുക്ക് ഇപ്പൊ 6 എന്ന് കിട്ടണം. അപ്പൊ 6ന്റെ സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ എന്ത് കൊടുത്താൽ മതി? റൂട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പി സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ 6ന്റെ വാല്യൂ കിട്ടി. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് പാരലോഗ്രാം ലോ എന്ന് പറയുന്നത്. അതായത് രണ്ട് വെക്ടറുകൾ നമുക്ക് കൂട്ടിമുട്ടിച്ച് ഒരു പാരലോഗ്രാമിന് രണ്ട് അഡ്ജസന്റ് സൈഡ് ആയിട്ട് എടുക്കുകയാണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയഗണലിൽ വരുന്ന ഡയഗണൽ എന്ന് പറയുന്നത് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം? റിസൾട്ടന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് നമുക്ക് തിയറം പറഞ്ഞു. ആ റിസൾട്ടന്റിന്റെ വാല്യൂ 6 ആണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടെത്തിയത്. ഈ ഫിഗറിന് ഡെറിവേറ്റ് ചെയ്തിട്ട് നമുക്ക് 6ന്റെ വാല്യൂ കിട്ടി. റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. ഇനി നമുക്ക് ഒരു ടേം കൂടി ഇതിന്റെ ഡയറക്ഷനും കാണാനുണ്ട്. ആ ഡയറക്ഷന്റെ ഇക്വേഷൻ കൂടി നമുക്ക് എഴുതാം. അപ്പൊ ഞാൻ ഈ ഫിഗർ മാറ്റിയാണ്. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ നോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫിഗറിൽ നിന്ന് ഇത്രയും നമ്മൾ ചെയ്തു. ആദ്യം കോസ് ആൽഫയുടെ വാല്യൂ സൈൻ ആൽഫയുടെ വാല്യൂ കൊടുത്തിട്ട് OCD എന്ന ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കിട്ടി? ഈ 6ന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തി. R ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് ആൽഫ എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഡയറക്ഷന്റെ ഇക്വേഷൻ കൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പ്രോബ്ലം വരാം. അപ്പൊ ഡയറക്ഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ സൈൻ ആൽഫ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. അത് ചില സമയത്ത് ഡയറക്ഷൻ കാണാൻ കൂടി പറയും. അപ്പൊ ഡയറക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷൻ ആണ്. ഡയറക്ഷൻ കാണുമ്പോൾ ടാൻ തീറ്റ ആണ് കാണേണ്ടത്. ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ ഇൻറ്റു സൈൻ ആൽഫ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ. ഈ ഇക്വേഷൻ ഒന്നും ഇങ്ങനെ തന്നെ നോക്കി വെച്ചാൽ മതി. ഇനി ഇതിൽ നമുക്ക് ഈ കോസ് ആൽഫയുടെ വാല്യൂസ് ഒക്കെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇതിൽ ഏത് ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് ഈ തീറ്റയുടെ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയാണ്. അതായത് ഈ തീറ്റേനെ ഈ ക്യൂ കോസ് ആൽഫയുടെ തീറ്റയിലും ഇവിടെ ഉണ്ട് ഒരു തീറ്റ, ഇവിടെ ഉണ്ട് ഒരു തീറ്റ. ഇവിടെ ഉണ്ട് ഒരു തീറ്റ, ഈ ഇവിടെ ഒരു തീറ്റ അല്ല ക്യൂ. ഈ രണ്ട് ക്യൂവും ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്യൂ ഇല്ല. അപ്പൊ ഇവിടെ ഡിവൈഡ് ബൈ ക്യൂ കൊടുത്തുകൊണ്ട് ഈ ക്യൂവിനെ പുറത്തേക്ക് എടുത്തിട്ട് മുകളത്തെ താഴത്തെ ക്യൂവിനെ ക്യാൻസൽ ചെയ്തിട്ട് ബാലൻസ് സൈൻ ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ പ്ലസ് പി ബൈ ക്യൂ നിർത്താം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്കത് യൂസ് ചെയ്യാം. ഏതാണോ എളുപ്പം ആ ഇക്വേഷൻ അനുസരിച്ച് കൊടുക്കാം. ഈ ഇക്വേഷൻ തന്നെ ഓർത്ത് വയ്ക്കുക. ഇത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടാവും. വാല്യൂ തരുമ്പോൾ ഈ വാല്യൂ ഇതിലിട്ടിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ടാവും. ക്ലിയർ ആണോ? ഡയറക്ഷന്റെ ഇക്വേഷൻ കിട്ടി, റിസൾട്ടന്റിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെ വരാം. പോവാലടുത്തേക്ക് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്തൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതുപോലെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അത് ചെയ്തിട്ട് ആ റിസൾട്ട് സാറിനിട്ട് കൊടുക്കാം കേട്ടോ. സാറിന് സെൻഡ് ചെയ്ത് തരും. നാളെ നമുക്കത് കിട്ടിയോ എന്നൊക്കെ നോക്കാം. ഇതേപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇട്ടേക്കണത്, അതിന്റെ വാല്യൂസ് മാത്രം മാറിയിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ഒപ്പം തന്നെ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കത് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മാത്സ് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പേടി സ്വപ്നമാണ് ഈ മാത്സ് എന്ന് പറയുന്നത്.
ഈ മാത്സ് പഠിക്കാൻ നമുക്ക് പേടി കൂടുന്തോറും ഇത് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് അടിയിൽ നമുക്ക് അതിന് ആൻസർ കിട്ടി. ആൻസർ കിട്ടി അടിവര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ 15 മാർക്കും നമുക്ക് കിട്ടും. പക്ഷെ ഒരു തിയറിയാണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അത് എഴുതി ഫുൾ എഴുതിയാലും നമുക്ക് തന്നിരിക്കുന്ന അനുസരിച്ച് നമ്മൾ ഫുൾ എഴുതിയാലും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 14 13 ആയിരിക്കും. 15 മാർക്ക് നമുക്ക് ഫുള്ള് തരില്ല. പക്ഷെ മാത്സിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് പക്ഷെ നമ്മൾ ഒരു ഇഷ്ടത്തോടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓക്കെയാണ്. മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? കേട്ടെ ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇവിടെ നമ്മോട് പറഞ്ഞേക്കണം നോക്കിയേ, 2 ഫോഴ്സ്. അപ്പൊ നമുക്ക് ഒരു ഫോഴ്സ് 100 N എന്നും അടുത്ത ഫോഴ്സ് 150 N എന്നും തന്നിട്ടുണ്ട്. ആർ ആക്ടിങ് സൈമിൾട്ടേനിയസ്ലി അറ്റ് എ പോയിന്റ്. ഒരൊറ്റ പോയിന്റിലേക്കാണ് ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത്. അതായത് ഇതാണ് ഈ പറയുന്നത്. ഈ ഒരു പോയിന്റിലേക്ക് 2 വെക്ടേഴ്സ് ആക്ട് ചെയ്യണമെന്ന് പറയണം. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും 100 സൈഡ് 100 എന്ന് പറഞ്ഞാല് ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് 150 എന്ന് പറയുന്നത്. ഇവിടെ വരെ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് കാണാൻ പറഞ്ഞത് നോക്കിയേ, വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ദിസ് 2 വെക്ടേഴ്സ് ഫോഴ്സ്. അതായത് ഈ 2 ടേം തന്നിട്ടുണ്ട്. അതായത് നമുക്ക് പിയും ക്യൂവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ R കാണാനാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഡെറിവേഷൻ പഠിച്ചു, ആറിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇവിടെ തുടങ്ങി ഇവിടെ വരെ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് കിട്ടി? പിയും കിട്ടി ക്യൂവും കിട്ടി. അതിന്റെ R കാണണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് എന്തും കൂടി വേണം? ആംഗിളും വേണം, തീറ്റയും കൂടി വേണം. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത്. ഇഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 45 ഡിഗ്രി. അതായത് ഈ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അതായത് കോസ് ആൽഫയുടെ വാല്യൂ 45 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നു? പി കിട്ടി, ക്യൂ കിട്ടി, ആൽഫയുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് തന്ന ടേമുകൾ ഈ ക്വസ്റ്റിൽ നിന്നും തന്ന ടേമുകൾ ആദ്യം എടുത്ത് എഴുതാം. ഗിവൺ പിയുടെ വാല്യൂ 100 N ആണ്, ക്യൂവിന്റെ വാല്യൂ 150 N ആണ്, അതുപോലെ ആൽഫയുടെ വാല്യൂ 45 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എന്താണുള്ളത് അത് ആദ്യം എടുത്തെഴുതാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമുക്ക് കിട്ടി. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? R is equal to √P² + Q² + 2PQ cos ആൽഫ. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്? പിയുടെ വാല്യൂ ഉണ്ട്, ക്യൂയുടെ വാല്യൂ ഉണ്ട്, കോസ് ആൽഫയുടെ വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിലേക്ക് ആ വാല്യൂസ് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ, പിയുടെ വാല്യൂ 100 ആണെന്ന് പറഞ്ഞു. 100ന്റെ സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ 100 സ്ക്വയർ കൊടുത്തു. അടുത്തത് ക്യൂവിന്റെ വാല്യൂ 150 ആണ്, അതിന്റെ സ്ക്വയർ. അപ്പൊ 150 സ്ക്വയർ അത് കൊടുത്തു. ക്യൂ അങ്ങനെ തന്നെ എഴുതി. വീണ്ടും പിയുടെ വാല്യൂ 100, വീണ്ടും ക്യൂവിന്റെ വാല്യൂ 150 ഇൻറ്റു കോസ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ് 45ന്റെ വാല്യൂ. അപ്പൊ ഇനി ഇതിൽ കിട്ടാത്ത ടേമുകൾ കാൽക്കുലേറ്റർ എടുക്കാം. നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ആ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ കോസ് ആൽഫയുടെ വാല്യൂ അടിച്ചു നോക്കാം. അപ്പൊ കോസ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0.707 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ. അപ്പൊ നോക്കി, ഇനി 100 സ്ക്വയർ. 100 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 100 ഇൻറ്റു 100 ആണ് ഈ 100 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സീറോസ് ഉള്ളത് തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് സിമ്പിൾ ആണ്. എന്ത് കൊടുത്താൽ മതി? 1. അങ്ങനെ രണ്ടിടത്തും കോമൺ ആയിട്ട് 1 തന്നെയാണ്, അതുകൊണ്ട് 1 തന്നെ വരും. എത്ര സീറോസ് ഉണ്ടോ അത്ര സീറോസ് അവിടെ കൊടുത്താൽ മതി. ഇവിടെ 4 സീറോ ഉള്ളത് 4 സീറോ കൊടുക്കാം. അതല്ലെങ്കിൽ നേരിട്ട് കാൽക്കുലേറ്ററിൽ 100 ഇൻറ്റു 100 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 കിട്ടും. ആ 10,000 ആണ് നമ്മുടെ ആദ്യത്തെ വാല്യൂ. അത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി, നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇനി അടുത്തത് 150 ഇൻറ്റു 150 ചെയ്യുമ്പോൾ നമുക്ക് 50 ഇൻറ്റു 50യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. പിന്നെ എന്തും കൂടി മതി? രണ്ടു കൊടുത്തും ഓരോ സീറോ ഇല്ലേ? ഇതിൽ ഒരു സീറോ ഉണ്ട്. 150 ഇൻറ്റു 150 എന്ന് പറഞ്ഞേക്കണം. അപ്പൊ 2 സീറോ വരുന്നുണ്ട്. ആ 2 സീറോ കൂടി ഇട്ട് കൊടുത്താല് ഇതുപോലെ വാല്യൂ കിട്ടും. ഇത് ക്ലിയർ അല്ലേ? ഇനി ഈ 150നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ. അതായത് 15നെ 2 കൊണ്ട് ആദ്യം സീറോസ് ആദ്യം കൺസിഡർ ചെയ്യണ്ട. അതിലുള്ള വാല്യൂസ് ഡിജിറ്റ് ആദ്യം നോക്കാം. 15 ഉണ്ട്, ഒരു 2 ഉണ്ട്. അപ്പൊ 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. പിന്നെ വരുന്ന നോക്കിയാൽ ഇവിടെ 2 സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്. അതിൽ കൂടെ നമ്മൾ എന്ത് കൊടുത്താൽ എത്ര സീറോ ഉണ്ടോ അത്ര സീറോസ് നമ്മൾ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ റിസൾട്ട് കിട്ടി. ക്ലിയർ ആണോ അത്? ഇൻറ്റു 0.707. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഡിജിറ്റ് നമ്പറിനെ ഈ 0.706 കൊണ്ട് കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ 3 വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ റിസൾട്ടിന്റെ വാല്യൂ ആറിന്റെ വാല്യൂ നിന്ന് കിട്ടും 232 ന്യൂട്ടൺ എന്ന് കിട്ടും. ക്ലിയർ ആണത്?
ഇതാണ് ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലം. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പിയും ക്യൂവും ആൽഫ ആയിരിക്കും ചേഞ്ച് ചെയ്ത് വരാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും പിയുടെ വാല്യൂ ക്യൂവിന്റെ വാല്യൂ ആൽഫയുടെ വാല്യൂ ആയിരിക്കും ഡിഫറെന്റ് ആയിട്ട് വരാം. അപ്പൊ പിയുടെ വാല്യൂ വേറൊരു ക്വസ്റ്റ്യൻ ഇട്ട് നമ്മൾ ചെയ്യാണ്, പിയുടെ വാല്യൂ നമ്മളോട് പറയാണ് ഇവിടെ 50 കൊടുക്കാൻ പറഞ്ഞു, ഇവിടെ നമ്മളോട് 100 കൊടുക്കാൻ പറഞ്ഞു. ഈ ആൽഫയുടെ വാല്യൂ 35 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ പിയുടെ സ്ഥാനത്ത് 50 കൊടുക്കുക, ക്യൂയുടെ സ്ഥാനത്ത് 100 കൊടുക്കുക, കോസ് ആൽഫയുടെ സ്ഥാനത്ത് 35 കൊടുക്കുക. അപ്പൊ കോസ് 35 എന്നായിരിക്കില്ല, ചിലപ്പോ അടുത്ത ഏത് ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ആ വാല്യൂ കിട്ടും. അത് നമുക്ക് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. എന്നിട്ട് അത് വെച്ചിട്ട് സ്ക്വയർ റൂട്ട് ഇത്ര ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് സ്ക്വയർ റൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ തന്നെ സ്ക്വയർ റൂട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടും. ഇതാണ് ഈ പ്രോബ്ലം. ഇത് ഇത്ര ക്ലിയർ ആണോ പ്രോബ്ലം? ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, നോക്കി. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നേക്കണം, നോക്കി. സെയിം കേസ് തന്നെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് 2 കേസ് കാണാനുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇവിടെ പിയും ക്യൂ ഒക്കെ ഏതൊക്കെ ഒന്ന് പറഞ്ഞേ, ആംഗിളൊക്കെ ഒന്ന്. P40. 40 ആണ് നമ്മുടെ പി അല്ലെ. 2 ഫോഴ്സ് നമ്മോട് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഫിഗർ നമുക്ക് വേഗം മനസ്സിൽ ഓടിച്ചു നോക്കാം. ഫിഗർ ഇങ്ങനെയായിരിക്കും വരിക. ഇതൊരു ഫോഴ്സ് ആണ്, ഇതൊരു ഫോഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ വാല്യൂ 40. അപ്പൊ പിയുടെ വാല്യൂ ഒന്ന് കിട്ടി, 40 എന്ന് കിട്ടി. ഇനി ക്യൂവിന്റെ വാല്യൂ 30. ഇനി ആംഗിൾ ഇവിടെ തന്നേക്കണത് 60 ഡിഗ്രി. 60. അപ്പൊ ആൽഫ ഈക്വൽ ടു 60 എന്ന് കിട്ടി. ഇനി ഇത് റിസൾട്ടന്റ് ആറിന്റെ ഇക്വേഷനിൽ കൊടുത്തൂടെ? അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്ത് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ആറിന്റെ വാല്യൂ, പിയുടെ വാല്യൂ, ക്യൂയുടെ വാല്യൂ, തീറ്റയുടെ വാല്യൂ കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി? 60.83 എന്ന് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതില്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടും. ഫസ്റ്റ് കണ്ടോ, ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോഴ്സ് യൂസിങ് പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് ആറിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആറാണ് കാണേണ്ടത് യൂസിങ് പാരലോഗ്രാം ലോ. പാരലോഗ്രാം ലോ ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആറിന്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പിയുടെയും ക്യൂവിന്റെയും തീറ്റയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പാരലോഗ്രാമിൽ ആറിന്റെ വാല്യൂ കണ്ടെത്താം. അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ 14 ന്യൂട്ടൺ ഫോഴ്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ ഡയറക്ഷൻ കാണാൻ പറഞ്ഞു. ഡയറക്ഷൻ കാണാനായിട്ട് നമ്മൾ നേരത്തെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ പറഞ്ഞായിരുന്നു. ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ സൈൻ ആൽഫ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ എന്ന്. അപ്പൊ ഇവിടുത്തെ 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ പീനെ ബേസ് ചെയ്താണ് അവർ പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനനുസരിച്ച് നമുക്ക് എന്ത് കൊടുക്കാം? ടാൻ തീറ്റയുടെ ഇക്വേഷനിൽ കൊടുക്കാം. അതെങ്ങനെ വരാന്ന് കാണിച്ചു. ടാൻ ആൽഫയുടെ ഇക്വേഷൻ എടുത്ത് എഴുതാം. ടാൻ ആൽഫ എന്ന് പറഞ്ഞാല് ക്യൂ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് ആൽഫ കോസ് തീറ്റ. അപ്പൊ തീറ്റയുടെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ക്യൂവിന്റെ വാല്യൂ എന്തായിരുന്നു? 30 ആയിരുന്നു. പിയുടെ വാല്യൂ 40 ആയിരുന്നു. ഇവിടെ സൈൻ 60യുടെ വാല്യൂ കണ്ടെത്താം. ഇവിടെ ക്യൂവിന്റെ വാല്യൂ 13 ഉണ്ട്. 13 ഇൻറ്റു കോസ് 60ന്റെ വാല്യൂ. അപ്പൊ കോസ് 60ന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് കോസ് 60ന്റെ വാല്യൂ 0.5ഉം സൈൻ 60യുടെ വാല്യൂ 0.86 ആണ്. അപ്പൊ ആദ്യത്തെ 2 വാല്യൂ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. നേരിട്ട് കാൽക്കുലേറ്ററിൽ 13 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ 25.98 കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് 13 ഇൻറ്റു 0.5 ചെയ്യാം. പ്ലസ് എന്ത് ചെയ്യണം? 40ലേക്ക് ആഡ് ചെയ്യണം റിസൾട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 40 പ്ലസ് 50 എന്ന് കിട്ടി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 25.98 ഡിവൈഡ് ബൈ 55 കിട്ടും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റർ ഡിവൈഡ് ചെയ്ത് 0.47 കിട്ടും. എന്നിട്ട് നമുക്ക് എന്താ പറഞ്ഞേക്കണത്? ആൽഫയുടെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് ടാൻ ആൽഫ ഈക്വൽ ടു ഇപ്പൊ നമുക്ക് 0.47 കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആൽഫയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ ഈ ടാനിനെ ഈക്വൽറ്റിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അതായത് ടാൻ ഇൻവേഴ്സ് ആക്കി എടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.47. ഇത് കാൽക്കുലേറ്റർ എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 25.3 ഡിഗ്രി എന്ന് കിട്ടും. ഇത് ക്ലിയർ ആണോ ചെയ്യുന്നത്? അപ്പൊ ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും പറയുന്നത് സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതായത് നോക്കി ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 ക്വസ്റ്റ്യൻ എനിക്ക് നാളേക്ക് ചെയ്തു തരുമോ? ഈ നോട്ട് ഞാൻ അയച്ചു കൊടുക്കാം, സാറിന് അയച്ചു കൊടുക്കുക. ഇത്
ഇത് തന്നെ നോക്കിയിട്ട് ഇതിൽ ചെയ്തിരിക്കുന്ന മെത്തേഡൊക്കെ വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ ഞാൻ തരുന്ന 2 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്ത് സാറിന് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാം. സാർ എനിക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നാളെ നമുക്ക് ആ ഓക്കെ. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് എടുത്ത ടോപ്പിക്ക് ക്ലിയർ അല്ലേ? ഈ ഒരു പ്രോബ്ലം ചെയ്ത മെത്തേഡ്. അതെ. ഓക്കെ. അതെ. അപ്പൊ നമ്മൾ പാരലോഗ്രാം എന്താണെന്ന് പഠിച്ചു. അതിൽ 2 മെത്തേഡ് ക്വസ്റ്റ്യൻ വരാം. ഒന്ന് നേരിട്ട് 6 കാണാനും ടാൻ തീറ്റ കാണാനുള്ള ക്വസ്റ്റ്യൻ. അതാണ് നമുക്ക് ചെയ്തത്. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ. അതെ. ഓക്കെ. അപ്പൊ നമുക്കിത് ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ സാറിന് സെൻഡ് ചെയ്യാം ക്വസ്റ്റ്യൻ. അപ്പൊ സാർ സെൻഡ് ചെയ്യും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ നോട്ട് സെൻഡ് ചെയ്യും. അപ്പൊ ഈ നോട്ട് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കാം. ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നോട്ട് ഒന്നും കൂടി വെച്ചിട്ട് ആ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം. ട്രയാങ്കിൾ വാല്യൂസ് ഒക്കെ പറയുന്ന പോലെ എടുത്തിട്ട് വരച്ചിട്ട് ആദ്യം കോസ് ആൽഫയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുമെന്ന് നോക്കാം. പിന്നെ സൈൻ ആൽഫ കിട്ടുമെന്ന് നോക്കാം. പിന്നെ നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് 6 വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ എടുക്കുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണാം. സിമ്പിൾ ക്വസ്റ്റ്യൻ വരുന്നത്. എന്നിട്ട് ഞാൻ ഇനി അടുത്ത ദിവസത്തേക്കൊക്കെ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് ക്ലിയർ അല്ലേ? അതെ. അപ്പൊ ഞാൻ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാല് അതൊന്ന് കുറച്ച് അങ്ങോട്ട് നമുക്ക് കയറി പോവാം. അപ്പൊ ക്ലിയർ ആണല്ലോ? സ്പീഡ് കൂടുന്ന അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് ലീവ് ചെയ്തോ. ഞാനിപ്പോ സാറിന് ഈ ക്വസ്റ്റ്യൻസും ഈ നോട്ടും ക്വസ്റ്റ്യൻസും കൂടെ അയക്കാം. നാളെ ഈ ടൈം ആകുമ്പോഴേക്കും അത് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. ഓക്കെ. ഓക്കെ. ലീവ് ചെയ്തോ.